ആകെ അന്ന് വന്നത് 6 ചാക്കുകളാണല്ലോ, 6 ചാക്കുകളാണ് വന്നത്. 9 കോടി രൂപയാണ് വന്നത്. അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് 3 ചാക്കുകൾ അന്ന് തന്നെ കൊണ്ടുപോയത്. അതെവിടേക്ക് കൊണ്ടുപോയി? ആരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ആരാണ് ആളുകൾ? ഇതെല്ലാം കൊടുത്തയച്ച ആളുകൾ വെളിപ്പെടുത്തണം. ഗുരുതരമായ, രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമായ ഗുരുതരമായ കാര്യമാണിത്. ഇത് ചെയ്ത ആളുകൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പോലീസിന്, എൻ്റെ കയ്യിൽ എനിക്ക് പോലീസിന് കൊടുക്കാൻ പറ്റിയ എല്ലാ തെളിവുകളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അസൽ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പോലീസിന്. പോലീസ് ഞാൻ കൊടുത്ത മൊഴികളും ഞാൻ കൊടുത്ത രേഖകളും അനുസരിച്ച് ഇത് പോലീസ് ചോദ്യം ചെയ്ത ഇത് കള്ളത്തരം നടത്തിയ ആളുകളിലേക്ക് എന്തായാലും ഈ അന്വേഷണം എത്തും എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. എൻ്റെ കയ്യിലുള്ള ഒരു 3 ഡോക്യുമെന്റുകൾ ഞാൻ പോലീസിന് അവർക്ക് അന്വേഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കൈമാറിയിട്ടുണ്ട്. ഇല്ലല്ല, ഞാൻ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിലാണ് ഇവർ ഇത് എന്ത് ചെയ്തു എന്നുള്ള എൻ്റെ കയ്യിൽ കുറച്ചും കൂടി തെളിവുകൾ കിട്ടാനുണ്ട്. അതിനുശേഷം ഇവർ ഈ പണം എന്ത് ചെയ്തു എന്ന് ഞാൻ തന്നെ ഇതിനെ കണ്ടെത്തിയിട്ട് ഞാൻ അതിന് നിങ്ങളോട് പറയാൻ ഞാൻ മനസ്സിലായ. ഇപ്പോൾ ഞാൻ കള്ളപ്പണം രാജ്യദ്രോഹ കുറ്റമാണ്. അത് എന്തിനു ഉപയോഗിച്ചു? അത് ഉപയോഗിച്ച ആളുകൾ ഇപ്പോഴും ജില്ലയുടെ നേതാക്കന്മാരായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പറയുന്ന പകൽ പോലെ വെളിച്ചമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് മറുപടി പറയാണ്ട് ഈ കള്ളത്തരം ചെയ്തത് എന്തിനാന്ന് വെളിപ്പെടുത്താതെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഈ കള്ളപ്പണം എവിടെയാണ്, എന്താണ് കൊണ്ടുപോയത് എന്ന് ഞാൻ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഡിജിറ്റൽ തെളിവുകൾ, ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം കൈമാറുമ്പോൾ അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. കാരണം അത് പോലീസിന്റെ അന്വേഷണത്തിന് ഞാൻ അത് പുറത്ത് പറഞ്ഞിട്ട് ബാധിക്കരുത്. പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിയേണ്ട കാര്യങ്ങളാണ്. ആ തെളിയേണ്ട കാര്യങ്ങൾ ഞാൻ അത് മുന്നേ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തിനോടും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കൊണ്ടുപോയ പണം, കള്ളപ്പണം ഉപയോഗിച്ച ആളുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തട്ടെ. കള്ളപ്പണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് അവർ പറയട്ടെ. അവരെ ഉപയോഗിച്ചതല്ലേ. ഇത്രയും പണം ഉണ്ടായിട്ട് ഇവരെന്ത് ചെയ്തു? ബൂത്തുകൾക്ക് നാമമാത്രമായ തുക കൊടുത്തിട്ടുണ്ടാവും. ബാക്കി തുക എന്ത് ചെയ്തു? ഇനി ഞാൻ ഈ പറഞ്ഞ 9 കോടി രൂപയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടത്. അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞത് എത്രയാ? 14 കോടി 30 ലക്ഷം രൂപയുടെ കണക്കാണ് പോലീസിന് കൊടുത്തായിട്ടാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. പാപ്പാണ് എവിടെ? അതെവിടെ കൊണ്ടുവച്ചു? അത് ആർക്ക് കൊടുത്തു എന്നുള്ളതെല്ലാം ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞല്ലോ. ജില്ലാ പ്രസിഡന്റാണ് അവിടുത്തെ സർവാധികാരി. ജില്ലാ പ്രസിഡന്റ് എല്ലാ ആളുകളെയും പേടിപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം പറയാണ്ട ഈ ജനറൽ സെക്രട്ടറിക്കായാലും ട്രഷറർക്കായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇവരാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫുള്ള് ജില്ലാ പ്രസിഡന്റ് ചുമതലയിൽ വേണം.